ഹലോ, വെൽക്കം ടു മാക്സിയോൺ. കുസാറ്റിൻ്റെ 2023 ക്യാറ്റ് മാത്തമാറ്റിക്സിലെ റിംഗ് തിയറി എന്ന് പറയുന്ന പോർഷനിലെ 2-3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുസാറ്റ് ക്യാറ്റിൽ റിംഗ് തിയറിയുടെ ഒരു ഓവർവ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൺ ആൻ ആവറേജ് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു ഇയറിൽ നമുക്ക് റിംഗ് തിയറിയിൽ നിന്നും ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ റിംഗ് തിയറിയിലെ 2-3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെട്രിക്സുമായിട്ട്, അതായത് റിംഗ് ഓഫ് മെട്രിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ദ സെറ്റ് എ വിച്ച് ഈസ് ദ മെട്രിക്സ് എ എ എ എ, അതായത് എല്ലാ എലിമെന്റ്സുകളും സെയിം ആയിക്കൊണ്ടുള്ള ഒരു 2x2 മെട്രിക്സ് വിത്ത് ദ യൂഷ്വൽ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. അവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് യൂഷ്വൽ മെട്രിക്സ് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന സെറ്റ് ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണോ, അല്ലെങ്കിൽ ഇന്റഗ്രൽ ഡൊമൈൻ ആണോ, ഫീൽഡ് ആണോ, നോൺ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ നമുക്ക് നോക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം അത് കമ്മ്യൂട്ടേറ്റീവ് ആണോ നോൺ കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം, ഇന്റഗ്രൽ ഡൊമൈൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഫീൽഡ് ആണോ എന്നുള്ളതും ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സെറ്റ്, അതായത് എല്ലാ എലിമെന്റ്സുകളും സെയിം ആയിട്ടുള്ള മെട്രിക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം അതിൻ്റെ കമ്മ്യൂട്ടേറ്റിവിറ്റി നമുക്ക് നോക്കാം. അപ്പോൾ കമ്മ്യൂട്ടേറ്റിവിറ്റി നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ നോക്കേണ്ടത് എന്താണ്? 2 മെട്രിക്സുകൾ, അതായത് ഈ രീതിയിലുള്ള എല്ലാ എലിമെന്റ്സുകളും സെയിം ആയിട്ടുള്ള 2 മെട്രിക്സുകൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ മൾട്ടിപ്ലിക്കേഷൻ, അല്ലെങ്കിൽ അവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം കിട്ടേണ്ടത്. അതായത് ഇവിടെ നമ്മളൊരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷൻ നമുക്കത് എന്തായിരിക്കണം? നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കണം. അത് നമ്മുടെ ഓപ്പറേഷൻ വിത്ത് റെസ്പെക്ട് ടു ദ മൾട്ടിപ്ലിക്കേഷൻ നമുക്കത് കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കണം. അതായത് ഇപ്പോൾ ഞാനൊരു മെട്രിക്സ് എടുക്കുകയാണ്, എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുത്തു. എ എന്ന് പറയുന്ന മെട്രിക്സ് എ എ എ എ എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. ഇതേപോലെ നമ്മൾ ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുത്തു. ബി 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 എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. ഈ 2 മെട്രിക്സുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ 2 മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈക്വൽ ആണ്, അല്ലെങ്കിൽ എ ബി ഈക്വൽ ടു ബി എ ആണോ അല്ലയോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ എയും ബിയും നമ്മൾ എടുക്കുന്നത് എന്താണ്? എയും റിയൽ നമ്പർ ആണ്, അതുപോലെ തന്നെ ബിയും റിയൽ നമ്പർ തന്നെയാണ് നമ്മൾ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ആദ്യം നമുക്ക് എ ബി നമുക്ക് നോക്കാം. എ ബി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് എന്തായിരിക്കും? എ ബി പ്ലസ് എ ബി അല്ലേ നമുക്ക് വരുന്നുണ്ടാവുക. എ ബി പ്ലസ് എ ബി വരുന്നുണ്ടാവും. പിന്നീട് നമുക്ക് വീണ്ടും എ ബി പ്ലസ് എ ബി വരുന്നുണ്ടാവും. പിന്നീട് നമുക്ക് എ ബി പ്ലസ് എ ബി വരുന്നുണ്ടാവും. അതുപോലെ തന്നെ ലാസ്റ്റും നമുക്ക് എ ബി പ്ലസ് എ ബി തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. അതായത് എല്ലാ എലമെന്റ്സുകളും എന്താണ്? 2ab 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 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക അല്ലേ. എല്ലാ എലമെന്റ്സുകളും സെയിം ആണ്. ആ എലമെന്റ് എന്താണ്? 2ab 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 തന്നെയാണ് എല്ലാ എലമെന്റ്സുകളും വരുന്നുണ്ടാവുക. ഇനി നമ്മൾ തിരിച്ച് നോക്കുകയാണെങ്കിൽ, അതായത് ബി എ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് വരുന്ന എന്തായിരിക്കും? ബി എ പ്ലസ് ബി എ അല്ലേ, ബി എ പ്ലസ് ബി എ വരുന്നുണ്ടാവും. അടുത്ത എലമെന്റും ബി എ പ്ലസ് ബി എ, വീണ്ടും നമുക്ക് ബി എ പ്ലസ് ബി എ, ആൻഡ് ലാസ്റ്റ് A22 എന്ന് പറയുന്ന എലമെന്റ് നമുക്ക് കിട്ടുന്നത് ബി എ പ്ലസ് ബി എ തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആ എലമെന്റ്സുകളും കൂടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുന്നത് 2ba 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 ആൻഡ് ഫൈനലി 2ba, ഈ എലമെന്റ്സുകൾ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇവിടെ എയും ബിയും റിയൽ നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് 2ab എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 2ba എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എന്തായിരിക്കും? സെയിം ആയിരിക്കും വരുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും? എ ബി ഈസ് ഈക്വൽ ടു ബി എ എന്നായതുകൊണ്ട് നമ്മുടെ റിംഗ് കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമായിരുന്നു? വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷൻ, നമ്മുടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമുക്കിവിടെ രണ്ടാമത്തെ ഓപ്പറേഷൻ. ആ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന് കറസ്പോണ്ടിങ് ആയിക്കൊണ്ട് നമുക്ക് ഈ എ ബി ഈക്വൽ ടു ബി എ, അല്ലെങ്കിൽ നമുക്ക് ആ കമ്മ്യൂട്ടേറ്റിവിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവണമായിരുന്നു. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണ്. കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം അല്ലേ. നോൺ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണെന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ ഒരു കാര്യം കൂടെ നമുക്ക് പറയുന്നുണ്ട്. കമ്മ്യൂട്ടേറ്റീവ് റിംഗ് എന്ന് പറയുന്നത് ഓക്കെ, ബട്ട് നോട്ട് ആൻ ഇന്റഗ്രൽ ഡൊമൈൻ എന്ന് പറയുന്നുണ്ട്. ഇന്റഗ്രൽ ഡൊമൈൻ ആണോ എന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ്റെ ഉത്തരം നമുക്ക് പറയാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇന്റഗ്രൽ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് 2 എലമെന്റ്സുകൾ അല്ലേ. ഇപ്പം നമ്മൾ റിംഗിനകത്തുള്ള 2 എലമെന്റ്സുകൾ എടുക്കുക. എ ബി ബിലോങ്സ് ടു നമ്മുടെ റിംഗ് ആർ എന്ന് പറയുന്ന റിംഗിനകത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ആ ഒരു റിംഗ് നമുക്ക് 0 ഡിവൈസർ ഉണ്ടാവാൻ പാടില്ല അല്ലേ. നമ്മുടെ ആ റിംഗിനകത്ത് 0 ഡിവൈസർ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കതൊരു ഇൻ്റഗ്രൽ ഡൊമൈൻ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് അത് ഇൻ്റഗ്രൽ ഡൊമൈൻ ആണോ അല്ലയോ നോക്കാൻ വേണ്ടിയിട്ട് 0 ഡിവൈസർ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണം. അപ്പോൾ എന്താണ് 0 ഡിവൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ റിംഗിനകത്തുള്ള 2 എലമെന്റ്സുകൾ എ ബി എടുത്തു കഴിഞ്ഞാൽ ആ എ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എ ബി ഈക്വൽ ടു 0 ആണ്
അതിൽ എ നോട്ട് ഈക്വൽ ടു 0യും ബി നോട്ട് ഈക്വൽ ടു 0യും ആണെങ്കിൽ, അതായത് എയും ബിയും 0 അല്ലാതെ തന്നെ നമുക്ക് എ ബി ഈക്വൽ ടു 0 ആവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീറോ ഡിവൈസർ എന്ന് നമ്മൾ പറയുന്നത്, അല്ലേ? അതായത് രണ്ട് എലമെൻസുകൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 ആയിരിക്കണം. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന എലമെൻസുകൾ എന്താവുകയും ചെയ്യരുത്? 0 ആവുകയും ചെയ്യരുത്. അതായത് എ ബി ഈക്വൽ ടു 0 ആവണം. എയും ബിയും 0 ആവാതെ എ ബി ഈക്വൽ ടു 0 ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? സീറോ ഡിവൈസർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം നമുക്ക് അങ്ങനെ നോക്കാം. ഈ മെട്രിക്സിനകത്ത് എനകത്തുള്ള രണ്ട് എലമെൻസുകൾ നമുക്ക് എടുക്കാം. എ എ എ എ എന്ന് പറയുന്നൊരു മെട്രിക്സ് എടുത്തു. അടുത്ത എലമെൻറ്റ് നമുക്ക് ബി 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 എന്ന് പറയുന്നൊരു മെട്രിക്സ് എടുത്തു. അവിടെ എ ബി ഈക്വൽ ടു 0 ആവുകയാണെങ്കിൽ അത് ഈക്വൽ ടു 0 എന്നല്ലേ നമുക്ക് നോക്കേണ്ടത്? അത് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് എന്തായിരുന്നു? 2ab 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 എല്ലാം നമുക്ക് എന്തായിരിക്കണം? 0നോട് ഈക്വൽ ആയിരിക്കണം. അതായത് 2abകളൊക്കെ എന്തായിരിക്കണം? 0നോട് ഈക്വൽ ആവണം, അല്ലേ? അതായത് ഇവിടെ നമ്മൾ രണ്ട് എലമെൻസുകൾ നമ്മൾ എടുത്തു. എ 0 അല്ലാത്ത, അതായത് ഇവിടെ നമ്മൾ എ 0 അല്ലാത്ത രീതിയിൽ നമ്മളൊരു മെട്രിക്സ് എടുത്തു. ബി 0 അല്ലാത്ത രീതിയിൽ നമ്മൾ അടുത്ത മെട്രിക്സ് എടുത്തു. അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 0 കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 2abകളൊക്കെ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ 2abകൾ 0 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള കണ്ടീഷൻ എന്താണ്? എയ്തർ എ 0 ആയിരിക്കണം അല്ലെങ്കിൽ ബി 0 ആയിരിക്കണം, അല്ലേ? 2ab 0 ആവണം എന്നുണ്ടെങ്കിൽ 2 എന്തായാലും 0 അല്ല. അപ്പോൾ ഒന്നെങ്കിൽ എ 0 ആയിരിക്കണം അല്ലെങ്കിൽ ബി 0 ആയിരിക്കണം. പക്ഷേ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള എയും ബിയും 0കളല്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് എക്സിസ്റ്റ് ചെയ്യില്ല? സീറോ ഡിവൈസർ എക്സിസ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ നോ സീറോ ഡിവൈസർ എന്ന് നമുക്ക് പറയാം. അപ്പോൾ സീറോ ഡിവൈസർ ഇല്ല എന്നാണെങ്കിൽ ആ മെട്രിക്സ് എന്തായിട്ട് മാറും? അല്ലെങ്കിൽ ആ റിംഗ് എന്തായിട്ട് മാറുന്നുണ്ടാവും? മെട്രിക്സുകളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിംഗ് എന്തായിട്ട് മാറുന്നുണ്ടാവും? ഇൻ്റഗ്രൽ ഡൊമെയിൻ ആയിട്ട് മാറുന്നുണ്ടാവും. കാരണം ഇവിടെ നമുക്ക് രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് കിട്ടില്ല? 0 കിട്ടില്ല. രണ്ട് നോൺ സീറോ മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഇൻ്റഗ്രൽ ഡൊമെയിൻ ആയിരിക്കും. അപ്പോൾ ഇൻ്റഗ്രൽ ഡൊമെയിൻ ആയിരിക്കും എന്ന് പറയുന്നത് കൊണ്ട് ഓപ്ഷൻ എ നമുക്ക് ഫോൾസ് ആണെന്ന് പറയാം, അല്ലേ? കാരണം കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ബട്ട് നോട്ട് ആൻ ഇൻ്റഗ്രൽ ഡൊമെയിൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് എന്ന് പറയുന്ന പാർട്ട് ഓക്കെ, കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇൻ്റഗ്രൽ ഡൊമെയിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഇൻ്റഗ്രൽ ഡൊമെയിൻ ആണ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഓപ്ഷനിൽ നോട്ട് ആൻ ഇൻ്റഗ്രൽ ഡൊമെയിൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഓപ്ഷൻ എ ഫോൾസ് ആണെന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെ ഓപ്ഷൻ അപ്പോൾ ട്രൂ ആയി. ഇൻ്റഗ്രൽ ഡൊമെയിൻ ആണോ എന്ന് ചോദിച്ചാൽ അതെ, ഇൻ്റഗ്രൽ ഡൊമെയിൻ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. രണ്ട് നോൺ സീറോ മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കിട്ടുന്നില്ല? ഒരു സീറോ മെട്രിക്സ് നമുക്ക് ഇവിടെ ഫോം ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഇനി ഓപ്ഷൻ സി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സെറ്റ് കണ്ടാൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, അല്ലേ? നമ്മുടെ സെറ്റ് എന്താണ്? എ എ എ എന്ന് പറയുന്ന മെട്രിക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. ഡിറ്റർമിനൻറ്റ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെട്രിക്സ് എന്താണ്? നോൺ ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള മെട്രിക്സ് ആണ്. അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല, അല്ലേ? നമ്മുടെ മെട്രിക്സുകളൊക്കെ നോൺ ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള മെട്രിക്സുകളാണ്. നമുക്ക് ഫീൽഡിൻ്റെ ഡെഫിനിഷൻ എന്താണ്? എല്ലാ എലമെൻസുകൾക്കും മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിൽ, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആ റിംഗ് എന്തായിട്ട് മാറുള്ളൂ, അല്ലെങ്കിൽ ആ എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എല്ലാ എലമെൻസിനും നമ്മൾ എടുക്കുന്ന റിങ്ങിനകത്തുള്ള എല്ലാ എലമെൻസുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ട് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ആ റിങ്ങിനെ നമ്മൾ ഫീൽഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഒരു എലമെൻറ്റും ഇൻവേർട്ടിബിൾ അല്ല. എല്ലാ എലമെൻസുകളും നോൺ ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള എലമെൻസുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു എലമെൻറ്റിനും എന്തുണ്ടാവില്ല? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല. ഒരു എലമെൻറ്റിനും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താവില്ല? ഫീൽഡ് ആവില്ല. ഇറ്റ്സ് നോട്ട് എ ഫീൽഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ സി നമുക്ക് ഒഴിവാക്കാം. ഇവിടെ നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്, ഇൻ്റഗ്രൽ ഡൊമെയിൻ ആണെന്നും കിട്ടിയിട്ടുണ്ട്, ഫീൽഡ് അല്ല എന്നും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുക എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Number of maximal ideals in Z8 under addition modulo 8 and multiplication modulo 8. അത് Z8 under addition modulo 8 and multiplication modulo 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജനറലി നമ്മുടെ Zn under addition modulo n and multiplication modulo n എന്ന് പറയുന്ന വെൽ നോൺ ആയിട്ടുള്ള ഒരു റിംഗ് ആണ്, അല്ലെ? ആ റിങ്ങിൻ്റെ ഒരു കേസാണ് Z8 under addition modulo 8 and multiplication modulo 8 എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു റിങ്ങിനകത്തുള്ള മെമ്പർ ഓഫ് മാക്സിമൽ ഐഡിയൽസുകളുടെ എണ്ണമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ Zn എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു ഫൈനൈറ്റ് ആയിട്ടുള്ള കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയാണ്, അല്ലേ? ഫൈനൈറ്റ് ആയിട്ടുള്ള കമ്മ്യൂട്ടേറ്റീവ് റിംഗ് മാത്രമല്ല, ഫൈനൈറ്റ് CRU ആണ് Zn അണ്ടർ അഡീഷൻ മോഡുലോ n ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ n എന്ന് പറയുന്നത്. അവിടെ ഒരു ഫൈനൈറ്റ് CRUവിൻ്റെ കേസിൽ
പ്രൈം ഐഡിയൽസുകളൊക്കെ എന്തായിരിക്കും? മാക്സിമൽ ഐഡിയൽസ് ആയിരിക്കും. അതുപോലെ തന്നെ മാക്സിമൽ ഐഡിയൽസുകളൊക്കെ എന്തായിരിക്കും? പ്രൈം ഐഡിയൽസ് ആയിരിക്കും. അത് ഫൈനൈറ്റ് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയുടെ കേസിൽ മാത്രമാണ് നമുക്കിത് വരുന്നുണ്ടാവുക. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതല്ല വേണ്ടത്. നമ്മളൊരു ഐഡിയക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ZN അണ്ടർ അഡീഷൻ മോഡുലോ n എന്ന് പറയുമ്പം അവിടെ പ്രൈം ഡിവൈസ്, അതായത് പ്രൈം കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് എന്തായിട്ട് വരുന്നുണ്ടാവുക? മാക്സിമൽ ഐഡിയൽസ് ആയിട്ട് വരുന്നുണ്ടാവുക. അത് തന്നെയായിരിക്കും നമുക്ക് പ്രൈം ഐഡിയൽസുകളായിട്ടും വരുന്നുണ്ടാവുക. അതായത് പ്രൈം കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഐഡിയലുകളാണ് നമുക്ക് എന്തായിട്ട് വരുന്നുണ്ടാവുക? മാക്സിമൽ ഐഡിയൽസും മിനിമൽ ഐഡിയൽസ് പ്രൈം ഐഡിയൽസുമായിട്ട് നമുക്ക് വരുന്നുണ്ടാവുക. അതും പ്രൈം കൊണ്ട് ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പി എന്ന് പറയുന്നത് എന്താണ്? പ്രൈം ഡിവൈസർ ഓഫ് n ആണ്. അതായത് എന്നിൻ്റെ പ്രൈം ഡിവൈസർ ആണ് നമുക്ക് എന്തായിട്ട് വരുന്നത്? പി ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് നോക്കുക, Z8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഡിവൈസർ എന്ന് പറയാൻ കാരണം നമുക്കതൊരു സബ് റിംഗ് ആവണം, അല്ലെങ്കിൽ ഒരു സബ് ഗ്രൂപ്പ് ആയിട്ട് നമുക്കതിന് മാറണം അല്ലേ? അപ്പോൾ സബ് ഗ്രൂപ്പുകൾ എക്സിസ്റ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും? അതിന് ഡിവൈസേഴ്സുകളായിരിക്കും. അപ്പോൾ Z8 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ Z8-നകത്ത് നമുക്ക് n = 8 ആണ് നമുക്ക് വരുന്നത് അല്ലേ? n = 8-ൽ അതിൻ്റെ ഡിവൈസേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് 2ൻ്റെ ഡിവൈസേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വരുന്നത് എന്തായിരിക്കും? 1 2 4 8 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവാം. ഈ 1 2 4 8 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ 1 2 4 8-നകത്ത് നമുക്ക് വരുന്നത്, അതായത് പ്രൈം ആയിട്ട് വരുന്നത്, ഇത് ഐഡിയൽ ജനറേറ്റഡ് ബൈ പ്രൈം എന്ന് പറയുന്നത് പ്രൈം ആയിട്ട് വരുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? 2 മാത്രമേ ഉള്ളൂ അല്ലേ? ഐഡിയൽ ജനറേറ്റഡ് ബൈ പി എന്ന് പറയുന്ന ആകെ ഒരു പി മാത്രമേ ഉള്ളൂ, വിച്ച് ഈസ് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ 2 കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നത് മാത്രമാണ് നമുക്ക് പ്രൈം കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഐഡിയൽ നമുക്ക് വരുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ Z8-നകത്ത് നമുക്ക് 2 കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഐഡിയൽ മാത്രമേ മാക്സിമൽ ഐഡിയൽസ് ആയിട്ട് വരുന്നുള്ളൂ. കാരണം അതിന് ഒറ്റ പ്രൈം ഡിവൈസർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് മാക്സിമൽ ഐഡിയൽസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും വരുന്നുണ്ടാവുക. ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് ZN അണ്ടർ അഡീഷൻ മോഡുലോ n ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ n എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് മാക്സിമൽ ഐഡിയൽസ് എന്ന് പറയുന്നതും പ്രൈം ഐഡിയൽസ് എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. ഈ മാക്സിമൽ ഐഡിയൽസും പ്രൈം ഐഡിയൽസും എന്ന് പറയുന്നത് വിച്ച് ഈസ് നത്തിങ് ബട്ട് ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി, വെർ പി ഈസ് ദ പ്രൈം ഡിവൈസർ ഓഫ് n. എന്നിൻ്റെ പ്രൈം ഡിവൈസർ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും ZN അണ്ടർ അഡീഷൻ മോഡുലോ n ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ n-ൻ്റെ പ്രൈം ഐഡിയലും മാക്സിമൽ ഐഡിയലും ആയിട്ട് വരുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നമ്പർ ഓഫ് മാക്സിമൽ ഐഡിയൽസ് ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദ ഓർഡർ ഓഫ് ദ കോസെറ്റ് 4 ഇൻ ദ കോഷ്യൻ റിംഗ് Z/Z6 അല്ലെ? കോഷ്യൻ റിംഗ് Z/Z6-നകത്ത് കോസെറ്റ് 4-ൻ്റെ ഓർഡർ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ Z/Z6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജനറലി നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? Z/NZ എന്ന് പറയുന്നത് ഈസ് ഐസോമോർഫിക് ടു ZN എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ? Z/NZ-നകത്ത് n എലമെന്റ്സുകളായിരിക്കും ഉണ്ടാവുക, ആൻഡ് ദാറ്റ് ഗ്രൂപ്പ് ഈസ് ഐസോമോർഫിക് ടു ZN എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ Z/Z6 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ Z/Z6 എന്ന് പറയുന്നത് ഈസ് ഐസോമോർഫിക് ടു Z6 ആയിരിക്കും. അപ്പോൾ Z6-നകത്തുള്ള 4-ൻ്റെ ഓർഡർ ആണ് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത്. Z6 നമ്മൾ എടുക്കുമ്പോൾ Z6-ൽ കോസെറ്റ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എലമെന്റ് 4, അതായത് Z6-നകത്തുള്ള എലമെന്റ് 4-നോട് ഇക്വലന്റ് ആയിരിക്കും. അപ്പോൾ കോസെറ്റ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് നത്തിങ് ബട്ട് എന്താണ്? എലമെന്റ് 4 ഇൻ Z6, അതായത് 4 എലമെന്റ് 4 ഇൻ Z6 എന്ന് പറഞ്ഞിട്ട് Z6-നകത്തുള്ള 4 എലമെന്റിന്റെ ഓർഡർ ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ കോസെറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അഡിറ്റീവ് ഓർഡർ ആയിരിക്കും നോക്കേണ്ടി വരുന്നുണ്ടാവുക. സോ ഓർഡർ ഓഫ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-ന് നമുക്ക് എന്ത് ചെയ്യാം? 4 + 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ് അല്ലേ? 8 അണ്ടർ അഡീഷൻ മോഡുലോ 6 എന്ന് പറയുമ്പോൾ 2 ആയിരിക്കും. വീണ്ടും നമ്മൾ 2 + 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 6 ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ 4-നെ 3 തവണ ഓപ്പറേറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? Z6-നകത്തുള്ള ഐഡന്റിറ്റി കിട്ടുന്നത്. ഓർഡർ ഓഫ് 4 ഈസ് ഈക്വൽ ടു 3 എന്ന് നമുക്ക് പറയാം പറ്റും. ഈസി ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ഇവിടെ നമുക്ക് അറിയേണ്ട ഒറ്റ കാര്യം എന്തേ ഉള്ളൂ? നമുക്ക് Z/Z6 എന്ന് പറഞ്ഞാൽ Z6-ഉമായിട്ട് ഐസോമോർഫിക് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കോസെറ്റ് 4-ൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ Z6-നകത്തുള്ള 4-ൻ്റെ ഓർഡർ ആയിരിക്കും നോക്കേണ്ടി വരിക. അപ്പോൾ 4-ൻ്റെ ഓർഡർ നമുക്ക് 3 ആണ് കിട്ടുന്നത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഈ 3 ചോദ്യങ്ങളാണ് നമുക്ക് കഴിഞ്ഞ വർഷം കുസാറ്റിലെ CAT 2023-ക്ക് MSc മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിംഗ് തിയറിയിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ്. അപ്പം ഓൺ ആൻ ആവറേജ് നമുക്ക് 2 മുതൽ 3 ക്വസ്റ്റ്യൻസ് വരെ റിംഗ് തിയറിക്കകത്ത് നിന്നും കുസാറ്റിൻ്റെ CAT-ൽ ചോദിക്കാറുണ്ട്. അപ്പം ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക്